ഭീകരരെ രക്ഷിക്കാനായി തന്നെ ഇവിടെ ഐക്യരാഷ്ട്രസഭയെ വേദിയാക്കരുത്. ചൈനയ്ക്കും പാകിസ്ഥാനും കടുത്ത മുന്നറിയിപ്പ് നൽകി ഇന്ത്യ. യുഎനിൽ ഇന്ത്യയുടെ കടുത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് ശക്തമായ താക്കീത് ഇവിടെ നൽകിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയെ സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി തന്നെ ദുരുപയോഗം ചെയ്യരുതെന്നും ഭീകരരെ ആഗോള ഉപരോധ പട്ടികയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇവിടെ ഇന്ത്യ ആവശ്യപ്പെട്ടു. ഭീകരവാദികളെ ആഗോള ഭീകരരായി തന്നെ പ്രഖ്യാപിക്കുന്നതിൽ സുതാര്യതയും അതുപോലെ തന്നെ നിഷ്പക്ഷതയും ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തന്നെ രക്ഷാസമിതി അംഗത്വം ആയുധമാക്കരുതെന്നും ഇവിടെ തുറന്നടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പേരെടുത്തു പറയാതെയായിരുന്നു ഇന്ത്യ ഇവിടെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഭീകരരെ ഇവിടെ രക്ഷിക്കാനായി തന്നെ ഈ രാഷ്ട്രീയം അനുവദിക്കില്ല. ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യയുടെ സന്ദേശം ഇങ്ങനെയാണ് നൽകിയത്. UN രക്ഷാസമിതിയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് പൊതു ചർച്ചയിൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പെർമനന്റ് പ്രതിനിധി യോജ്ന പാട്ടേലാണ് പേരുകൾ എടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിമർശനത്തിൽ ചൈനയും പാകിസ്ഥാനും നേരിട്ട് പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഭീകരരെ ആഗോള ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾ പലതവണ രാഷ്ട്രീയ കാരണങ്ങളാൽ തന്നെ തടയുന്നതിനെ കുറിച്ചോ ഇന്ത്യ ഇവിടെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നുണ്ട്. രക്ഷാസമിതിയിലെ അംഗത്വം ഭീകരരെ സംരക്ഷിക്കാനുള്ള കവചമാകരുത്. സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി തന്നെ ഒരാളെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പട്ടികപ്പെടുത്തുകയും മറ്റൊരാളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇവിടെ അവസാനിപ്പിക്കണം. ഇതായിരുന്നു ഇന്ത്യയുടെ സന്ദേശം. ഇന്ത്യ നേരിട്ട് ഒരു രാജ്യത്തിന്റെ പേര് പറഞ്ഞില്ല. പക്ഷേ ഭീകരവാദത്തെ നിർവചിക്കുമ്പോൾ രാഷ്ട്രീയ സൗകര്യം നോക്കരുത് എന്ന ശക്തമായ സന്ദേശമാണ് ഇവിടെ വേദിയിൽ നൽകിയിരിക്കുന്നത്. ലോക സമാധാനവും അന്താരാഷ്ട്ര സുരക്ഷയും ഉറപ്പാക്കാൻ രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയാകട്ടെ അംഗരാജ്യങ്ങളുടെ രാഷ്ട്രീയ മത്സരത്തിനുള്ള വേദിയായി തന്നെ മാറ്റരുത് എന്നതാണ് മുന്നറിയിപ്പ്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഉപരോധ നടപടികളിൽ സുതാര്യതയും നിഷ്പക്ഷതയും ഒരേ സമയം മാനദണ്ഡം ഒരേ സമയം പാലിക്കണം. അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിന് അനുകൂലമായതിനാൽ തന്നെ ഭീകര ആരോപണം നേരിടുന്നുവെന്ന അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുവാനും പാടില്ല എന്ന ഇന്ത്യയുടെ നിലപാട് ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ പുതിയ നയതന്ത്ര സന്ദേശം എന്താണ് എന്ന ചോദ്യം ഉയരുകയാണ്. ഭീകരവാദത്തിനെതിരെ തന്നെ ഇന്ത്യയുടെ വാദം വ്യക്തമാണ്. ഗുഡ് ടെററിസ്റ്റ്, ബാഡ് ടെററിസ്റ്റ് എന്ന വേർതിരിവ് ഇവിടെ പാടില്ല. ഭീകരത അല്ലെങ്കിൽ ഭീകരവാദത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കാനും അവർക്ക് അവസരമില്ല. ഭീകരത എപ്പോഴും ഭീകരത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ രക്ഷാസമിതിയുടെ അംഗത്വവും വീറ്റോ ശക്തിയും രാഷ്ട്രീയ ആയുധമാക്കരുത് എന്നതാണ് ഇന്ത്യ ഇപ്പോൾ വീണ്ടും അവിടെ ലോക സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല പ്രമുഖ ഭീകരരെയും UN രക്ഷാസമിതിയുടെ ആഗോള ഭീകരതയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള അതുമാത്രമല്ല ഇന്ത്യയുടെയും അമേരിക്കയുടെയും നീക്കങ്ങളെ ചൈന മനഃപൂർവ്വം തന്നെ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീറ്റോ ചെയ്യുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്തിരിക്കുകയാണ്. കൂടാതെ തന്നെ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്താനുള്ള ശ്രമം UN-ൽ നടത്തുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ തന്നെ ഇന്ത്യ UN വേദിയിൽ വെച്ച് തന്നെ ചൈനയ്ക്കും പാകിസ്ഥാനും ശക്തമായ തിരിച്ചടിയും നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.